പേരെന്ന് പറയാമോ? എൻ്റെ ഒരു ബോസ്കോ. അലക്സ് എത്രയിലാണ് പഠിക്കുന്നത് ഇപ്പൊ? 9 ചേട്ടൻ്റെ പേര് സതീഷ്. നമ്മൾ വന്നിരിക്കുന്നത് എന്നെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ജോക്കർ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ പേജ് തുടങ്ങിയിരിക്കുന്നത് ജോക്കർ ഫ്രം കൊച്ചി. അപ്പോൾ ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് പിള്ളേർ ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയേക്കണം. എന്നാലും ചേട്ടന്മാരോട് ഒരു ചോദ്യമുണ്ട്. ഇതിൽ കുറച്ച് പ്ലേ കാർഡ്സ് ഉണ്ട്, കൈ കാണിക്കാമോ? ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കാർഡ് ചേട്ടൻ എടുക്കാം. തലതിരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, മറിച്ച് വെച്ചാൽ മിക്സ് ചെയ്തു. ഹായ്, നീ എടുത്തിട്ട് ഒരെണ്ണം കൊടുത്തേ. ഏതെങ്കിലും എടുത്തു. എന്താ എഴുതിയേക്കണേ? എന്താ ഞാൻ നോക്കാം. അപ്പോൾ എടുത്തിരിക്കുന്ന കാർഡിൽ എഴുതിയേക്കണം, നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചാണ് ജീവിക്കുന്നതെന്ന് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അത് ഈ സമൂഹത്തിൽ നമ്മൾ മാസ്ക് ധരിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ആണെങ്കിൽ ശരിയാണ്. അതാണ് കാര്യം. ഇപ്പം നമ്മൾ പുറത്ത് കാണുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ അവനായിട്ട് പരിചയപ്പെടുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അറിയാം. ചിലപ്പം ഇപ്പം ഈ ഗ്രൗണ്ടിൽ തന്നെ ചിലപ്പോൾ ഒരു പാവമായിട്ട് കാണുന്നവനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും അവൻ ഭയങ്കര ക്രൂരനായിട്ടുള്ള സംഗതിയായിരിക്കും. ചിലപ്പോൾ ഈ ഫേസ് കണ്ട് നമ്മ പറയുന്ന ആളായിരിക്കില്ല അവനായിട്ട് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ. പിന്നെ നേരെ ഭയങ്കര പാവമായിരിക്കും. പാവമൊന്നുമല്ല, ഒരു സഹായിയും കൂടെ ആയിരിക്കും. അത് ഇവിടുത്തെ ജീവിതത്തിൽ നിന്ന് പഠിച്ചേക്കണ കാര്യങ്ങളാണ്. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആര് നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുന്ന അവിടെയാണ്. തീർച്ചയായിട്ടും. ചേട്ടൻ പറയണ്ടേ അതിനെക്കുറിച്ച്? എനിക്കും അതേ അഭിപ്രായമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് പിള്ളേരെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ എടാ, നിന്റെ പേര് പറഞ്ഞേ, ഇങ്ങോട്ട് വാ. എൽവിൻ. പേര് പറഞ്ഞായി അലക്സ്. ഇതൊന്ന് പിടിച്ചേ, ഇതെല്ലാം പിടിച്ചോ. എടുത്തോ, നീ എടുക്ക്. അതെൻ്റെ ഫോട്ടോ എടുത്തത്. നിങ്ങളുടെ ഉള്ളിൽ ജോക്കർ ഹീറോയാണോ സീറോയാണോ? എന്തുകൊണ്ട്? അത് കറക്റ്റാണ്. നിനക്ക് പറ ആൻസർ. ഹീറോ ആണ്. എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും പറയല്ല, എന്നാലും ഹീറോ ആണ് അല്ലേ? ഓക്കെ. ഈ കാർഡ് പിടിച്ചോട്ടാ, ഞാനിപ്പോൾ മേടിക്കാം. ഇതും കൂടി പിടിച്ചോ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയതേ നമുക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിഷുക്കൈ നീട്ടമല്ല, നിനക്ക് തരുന്നതാണ്. എന്താണ് പേര്? അലക്സിന് കൊടുക്കണേണ്. ഇത് അലക്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് വേണമെങ്കിൽ അലക്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട് എടുക്കാം. ഇല്ലാത്ത പക്ഷം നമ്മുടെ ഭിക്ഷാടനം നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. നേരെ മറിച്ച് അലക്സിൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത്, അല്ലെങ്കിൽ അലക്സ് പല വഴി പോകണ്ടല്ലോ, ട്യൂഷൻ സെൻറ്ററിൽ പോകണവിടെ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു അമ്മാമ്മമാരോ അപ്പാപ്പന്മാരോ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം ഒരു ബിരിയാണി മേടിച്ച് കൊടുക്കാനെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് കാശായിട്ട് കൊടുക്കാം. അത് ഞാൻ തന്നതല്ല, അലക്സ് കൊടുക്കണേ. കേട്ടാ? നല്ല സന്തോഷം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണം. ഓക്കെ, ആണെങ്കിൽ അവനും കൂടി കൊടുത്തേക്കാം ഒരു വിഷുക്കൈ നീട്ടല്ലേ ഇത് വേണമെങ്കിൽ നിനക്ക് എടുക്കാം. നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ട് നിനക്ക് നിനക്ക് അത് വെച്ച് മേടിക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തുള്ള അമ്മാമാരാ, എങ്ങനെ പാവപ്പെട്ട അമ്മാമാരോ അപ്പന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊരു എന്താ വേണ്ടതെന്ന് ചോദിക്കാം. പിന്നെ മരുന്ന് മേടിക്കാൻ കാശില്ലെങ്കിൽ ക്യാഷായിട്ട് നിനക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബിരിയാണിയോ എന്താണോ നിൻ്റെ ഇഷ്ടം. അത് ജോക്കറല്ല വന്നേക്കണത്. എൽബിൻ തന്നാന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. ഓക്കേണോ? ഓക്കെ. അപ്പോൾ എല്ലാവരോടും നന്ദി സപ്പോർട്ട് ചെയ്തതിൽ കേട്ടാ. താങ്ക് യു. അപ്പോൾ എല്ലാവരും സമയം കിട്ടണേ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടാ. എപ്പോഴും കൂടെ സപ്പോർട്ട് ഉണ്ടാവണം.